വല്ലാത്തൊരു രസം. കൂറ്റമ്പാറ ഉസ്താദിനെ പരിഹസിച്ചതാണ്. കൂറ്റമ്പാറ ഉസ്താദിനെ പരിഹസിച്ചതാണ്. കുനിയൻ എന്ന് പറഞ്ഞിട്ട് കൂറ്റമ്പാറ ഉസ്താദിനെ പരിഹസിക്കുകയാണ് കേട്ടോ. ആര്? നൗഷാദേ. കൂറ്റമ്പാറ ഉസ്താദിന് കുനിയൻ എന്ന് പേരിട്ടു എന്നൊക്കെ പറഞ്ഞാൽ കുനിയൻ എന്ന് പരിഹസിച്ചതാണ്. പക്ഷെ അതിൻ്റെ ലാസ്റ്റ് എത്തിയപ്പത്തിന് ഈ മൊയന്തിനെ നേരെ അടിയായി. കാരണം എന്താ? ഈ കുനിയൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിനെ, കുനിയൻ എന്ന് പറഞ്ഞൊരു രാജ്യമാണ്, ആ രാജ്യത്തിനെ പരിഹസിച്ചു. ചിരിയുന്നുണ്ട്. കുനിയൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്, ആ രാജ്യത്തെ തന്നെയാണല്ലോ പരിഹസിച്ചത്. കുനിയൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ഇനി നമ്മൾ പറയണ്ട, ആ മോയൻ തന്നെ പറയട്ടെ, നൗഷാദ് തന്നെ പറയട്ടെ. വാടാ വാ 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 കുനിയൻ. അത് പിന്നെ ലോകരിട്ട പേരാണ്, നമ്മളല്ല. കാരണം ആ രാജ്യത്തെയാണല്ലോ കളിയാക്കിയത്. ആ രാജ്യത്തെയാണല്ലോ കളിയാക്കിയത്. ആ രാജ്യത്തെയാണ് കളിയാക്കിയത്. അതിന്റെ മുന്നേ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിരുന്നു. സമസ്തയെ പരിഹസിച്ചു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. സമസ്തയുടെ പ്രസിഡന്റായ ജിഫിരി തങ്ങൾ നയിക്കുന്ന ആ സമസ്തയെ പരിഹസിച്ചു. ഓക്കെ ഉസ്താദിന്റെ വേദിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു? ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് നല്ലോ ശ്രമിച്ചു നോക്കി. പക്ഷെ അതത്ര നേസില, അതത്ര നേസില, ആരും മെയിൻ ചെയ്തില്ല അത്. കാരണം ഇവൻ അവർ പറയാൻ കരുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവൻ പറയലുകൊണ്ട് പോലും ആരും മുണ്ടിയില്ല, ഒറ്റൊന്നും മുണ്ടിയില്ല. കാരണം ഇവനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ എന്ത് ചെയ്തു? ആരും ഒന്നും മുണ്ടിയില്ല. ഇപ്പം എന്നിട്ടിപ്പോ കുറ്റമ്പാറ ഉസ്താദിനെ കുനിയൻ എന്ന് പറഞ്ഞ് മാത്രമല്ല, ഒരു രാജ്യത്തെയാണല്ലോ പരിഹസിച്ചത്. പൊന്നാറിൻ്റെ മൊയന്തേ, കുനിയൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമല്ല, അത് ചെറിയൊരു ഗ്രാമമാണ്. ശരിക്കും നാടിനൊക്കെ പറയില്ലേ. ഒതുക്കുങ്കൽ എന്ന് പറഞ്ഞൊരു രാജ്യ, ഒതുക്കുങ്കൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നത് രാജ്യ, അത് രാജ്യവും നാടും ഇതൊക്കെ ഒന്ന് അറിയണ്ടേന്. നമ്മള് അങ്ങനെ ഉണ്ടല്ലേ, നമ്മള് പഞ്ചായത്തും ജില്ലയും ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? മൊത്തത്തിലൊന്നും അറിയണ്ടേ? അതൊന്നും അറിയില്ലേ. അങ്ങോട്ട് ഇപ്പം അറിയല്ലേ, അങ്ങോട്ട് തട്ടിവിടല്ലേ, എന്തും പറയാനോ. ഇതിൻ്റെ ഇത്രയും വലിയ മൊയന്തുകളല്ലേ മുന്നിലിരിക്കണത്. മുന്നിലിരിക്കണത് ഇതല്ലേ കഥകള്. എന്ത് പറഞ്ഞാലും അംഗീകരിക്കും. ആ ജാതി ടീമല്ല. അങ്ങനെ അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം കള്ളത്തൊരീക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആലിമീങ്ങൾ പ്രശ്നമല്ല, സാദാത്യങ്ങൾ പ്രശ്നമല്ല. ഓനെന്താണോ കരുതിയത് അതന്നെ, ഓനെന്താണോ കരുതിയത് അതന്നെയാണ്. അതാണ് ഓലെ ലക്ഷ്യം. അതാണ് ഈ കള്ളത്തൊരീക്കത്തിലേക്ക് കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ആലിമീങ്ങൾ പറയുന്നത് കള്ളത്തൊരീക്കത്തിലേക്ക് ആരും പോകരുത്. ഒരു ഉസ്താദാണെങ്കിൽ ആ ഉസ്താദിന്റെ ശിഷ്യന്മാരെ തെർബിയത്ത് ചെയ്ത് കൊണ്ടു നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വേറെ ഒരു കുൽമാലിൽ പോയി പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒരു കെണിയിലും ഫസാദിലും പോയിട്ട് എൻ്റെ ശിഷ്യന്മാർ പെടരുത് എന്ന് ഏത് ഉസ്താദിനും ആ ഉസ്താദിൻ്റെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവും. പിന്നെ പോയി പെട്ടാലോ അവർക്ക് ഉപദേശം കൊടുത്തൊന്ന് മാറി നിൽക്കാൻ വേണ്ടി കൊണ്ട് ഉപദേശിച്ചും കൊടുക്കും. എന്നിട്ടും മാറുന്നില്ലെങ്കിലോ പോടവിടുന്ന പണിയൊക്കെ പോടുന്ന ആട്ടി വിടും ചെയ്യും. സ്വാഭാവികമാണ്. പിന്നെ ഓനങ്ങനെ നടക്കും, ഒരു ഹാബുലായിട്ട് അങ്ങനെ നടക്കും. ഓൻ എവിടെയെങ്കിലും ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ ഓൻ അവിടെ കണ്ട് കയറിയിട്ട് ആരെങ്കിലും നല്ലോണം ചീത്തറിയും. അപ്പം അതിൻ്റെ ആൾക്കാർക്ക് വലിയ ദുർപ്പതിയേക്കാരം. അല്ലെങ്കിൽ ഒരു ഷെയ്ഖിൻ്റെ പിന്നിലാണ് ഇവൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ, മശായിഖന്മാരുടെ പിന്നിലാണ് ഇവൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇവൻ്റെ പ്രസംഗങ്ങൾ ഇങ്ങനെയാവോ? നിങ്ങളൊന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക. വട്ടൂരികൾ, അതല്ലെങ്കിൽ ആരെങ്കിലും നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ, അതല്ലെങ്കിൽ ഓൻ പറയുന്നിടത്തും കാര്യമല്ലേ, നൗഷാദ് പറയുന്നിടത്തും കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാവും. അങ്ങനത്തോരും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ നൗഷാദ് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു പദവിയാണ്, വലിയൊരു സംഗതിയാണ്. ആ ത്വരീഖത്തിലാണ് എന്നും മശായിഖന്മാർ എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്, വലിയൊരു സംഗതിയാണത്. ആ സംഗതിയെ താഴ്ത്തിക്കെട്ടുന്ന
ഇകഴ്ത്തിക്കെട്ടുന്ന ഈ സൂഫിസം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. അതിനൊക്കെ ഇകഴ്ത്തിക്കെട്ടുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങൾ. ഇവന്റെ പ്രസംഗം കേട്ടാൽ തന്നെ പോരെ. ഇവൻ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞാൽ ആലിമീങ്ങളെ തെറി വിളിക്കുന്നു. അവനിഷ്ടപ്പെടാത്ത ആലിമീങ്ങളെ മുഴുവനും തെറി വിളിക്കുന്നു. നമുക്കറിയാലോ, ഇവിടെ എത്ര ഔലിയാക്കന്മാർ കഴിഞ്ഞുപോയി. എനിക്ക് നേർക്ക് നേരെ അനുഭവമുള്ള ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്. ആ ഔലിയാക്കന്മാരുടെ പല വിഷയങ്ങളും ത്വരീഖത്തൊരു സമഗ്ര പഠനം എന്നുള്ള വിഷയത്തിൽ പൊന്മൾ ഉസ്താദിന്റെ ബുക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. പല ആളുകളെയും കാണാം. പക്ഷേ ആ ഔലിയാക്കന്മാരെ ചില ആളുകളടുത്തൊക്കെ ചെന്നാൽ അവർ പറയും, പൊന്മൾ ഉസ്താദിനെ സംബന്ധിച്ച് ആരെങ്കിലും അവിടെ ചിലപ്പോൾ ആ സൂഫിയാനോടൊന്ന് പറഞ്ഞാൽ അപ്പൊ പറയും അത് പൊന്മൾ ഉസ്താദാണ്, പൊന്മൾ ഉസ്താദ് പഠിച്ചത് പറഞ്ഞു, പൊന്മൾ ഉസ്താദ് പറഞ്ഞത് അത് ശരിയാത്താണ്, ഹക്കാണ്, അവർ മൂപ്പരത് പഠിച്ചത് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കൂടണമെങ്കിൽ കൂടിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഒരു ഔലിയും എനിക്ക് നേരെ അനുഭവമുള്ള ഞാൻ പറഞ്ഞത്. ഞാനൊരു സൂഫിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ്, ഇങ്ങനെ പൊന്മൾ ഉസ്താദിന്റെ ബുക്കിൽ ഇങ്ങനെ കണ്ടല്ലോ. ഇപ്പോഴൊന്നല്ല, കുറെ മുന്നാണ് ആ ബുക്ക്, കുറെ കാലമായല്ലോ ഇറങ്ങിയിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, പൊന്മൾ ഉസ്താദ് ഒരു ഫിഖ് പണ്ഡിതനാണ്. പൊന്മൾ ഉസ്താദ് തന്നെയാണ്, പൊന്മള ഒരു ഫിഖ് പണ്ഡിതനാണ്. അദ്ദേഹം പറയും, അദ്ദേഹം അത് പറയണല്ലോ, അദ്ദേഹം പഠിച്ചത് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഒപ്പം കൂടിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ പൊന്മളനെ എതിർക്കൂല, അദ്ദേഹം പഠിച്ചതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ശരീഅത്തിന്റെ വിഷയം പണ്ഡിതന്മാർ പറയും, അത് ഉറപ്പല്ലേ. ഇവിടെ സാക്ഷിക്ക് പറ്റൂല എന്ന് പറഞ്ഞ വിഷയം അത് പൊന്മൾ ഉസ്താദ് പറഞ്ഞത് മടവൂർ ശൈഖുനയെ അല്ല. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു വിഷയമായിരുന്നു. അത് നൗഷാദ് കോട്ടി മാറ്റിക്കാണ്ട് പിന്നെ മടവൂർ ശൈഖുനാന്റെ അടുത്തേക്ക് എടുത്തു, അത് വേറെ വിഷയം. പക്ഷേ ഫിഖ് കായിദയിൽ, ഫിഖിന്റെ നിയമത്തിൽ അതിൻ്റെ നിയമം സാക്ഷികൾക്ക് ആരാവാനാ പറ്റുക, എങ്ങനെ ആവാനാ പറ്റുക എന്നുള്ളൊരു നിയമമുണ്ട്. ആ നിയമം പൊന്മൾ ഉസ്താദ് പറഞ്ഞു, അതല്ലേ ശരി. അത് എഴുതിയിട്ട് മടവൂർ ശൈഖുന ഔലി അല്ലാതിരിക്കോ? അതൊന്നുമില്ല, അത് വേറെ ഭാഗം, ഇത് വേറെ ഭാഗം, അതല്ലേ എൻ്റെത്. എന്നിട്ട് ഇവൻ കോട്ടി മാറ്റിയിട്ട് ഔലിയാക്കന്മാരെ പറഞ്ഞു എന്ന് പറഞ്ഞ് അതേമാതിരി പല വിഷയങ്ങളും എടുത്തിട്ട് എല്ലാ വിഷയം ഇപ്പൊ കണ്ടങ്ങൾ ഇവനിങ്ങനെ വാക്കുകളിൽ പേച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുനിയൻ എന്ന് പറഞ്ഞൊരു രാജ്യമാക്കി മാറ്റി, ഇനി അത് രാജ്യമായിട്ട് ആ രാജ്യത്ത് പോയിട്ട് പ്രവർത്തിച്ചു എന്നൊക്കെ പറയാനായിരിക്കും. ചിലപ്പോ ഒരു രാജ്യം കയ്യിൽ കിട്ടി എന്നൊക്കെ പറയാനേ കാരണം ഇതൊന്ന് തടിയെടുത്താ ചെങ്ങായി.